ഹലോ, ഇന്ന് ഗോതമ്പ് പൊടി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചിരവിയ 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തൊലി കളഞ്ഞെടുത്ത ചെറിയുള്ളി കൂടെ 3-4 ചെറിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് ചതച്ചെടുത്താൽ മതിയേ. അങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മാവ് തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്നതിലും അല്പം ലൂസായിട്ട് വേണം മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ അടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വാഴയിലയിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവിയതിന് ശേഷം കൈവച്ച് ഓരോ ഉരുളകളായി മാവെടുത്ത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ഭാഗം കുക്കായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് 2 ഭാഗവും വേവിച്ചെടുക്കുക. അങ്ങനെ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നെയ്യാണെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു പരുവത്തിൽ ചുട്ടെടുക്കുക. കണ്ടില്ലേ, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ കറിയായിട്ട് സബോള വെച്ച് ഒരു ചമ്മന്തി റെഡിയാക്കാം. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ സബോളയിലേക്ക് അല്പം ഉപ്പും പിന്നെ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പുളി പിഴിഞ്ഞത്, വാളംപുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ഒറോട്ടിയും ഉള്ളിച്ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.